എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദേശത്തിയാൽ രോഗികളെ ആശ്വസിപ്പിക്കുന്നവനെ, അന്ധകാരത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവനെ, മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമം സ്തുതി പറയുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥനകൾ ധൂപപ്രാർത്ഥനയായി ഉയരട്ടെ. നിന്റെ നാമത്തെ പ്രാർത്ഥനകൾ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികളുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങൾ കയറി വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പോലാതെ എഴുന്നേറ്റ് വെറുതെ ജീവോത്സവം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട്. തലക്ക് ഭാരം പിടിച്ചവരുണ്ട്. വല്ലപാടും ചത്താൽ മതി എന്ന് ഓർത്തുകൊണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട്. അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിനും നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ, സാമ്പത്തിക സങ്കടങ്ങൾ, അതുപോലെ തന്നെ നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ, പാകോടുപടി നടക്കാത്തവർ, നടത്തിക്കാത്തവർ, അതുപോലെ വീട് വെക്കാൻ അനുവദിക്കാത്തവർ, അതുപോലെ വഴിയില്ലാത്തവർ, വഴി കൊടുക്കാത്തവരെ, വഴി കൊടുക്കാൻ ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും, അതുപോലെ വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുണ്ട്. കർത്താവെ, അവരെല്ലാം സന്ധിക്കണമേ. പുതിയൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിണർ കുഴിച്ചിട്ട് ആയിരങ്ങളും ലക്ഷങ്ങളും മുടക്കി കുഴിച്ചിട്ട് വെള്ളമില്ലാതിരിക്കുന്നവർ, വർഷകാലത്ത് പോലും തുച്ഛമായ വെള്ളത്തിൽ ആ ജീവിതവും ആ ലോകവും ആ പറമ്പ് ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഈശോയെ മല ഇറങ്ങാൻ പോകുന്നവരുണ്ട്, കാടിറങ്ങാൻ പോകുന്നവരുണ്ട്, തീരപ്രശുദ്ധം മാറാൻ പോകുന്നവരുണ്ട്. ഈശോയെ, മനുഷ്യരെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന പല പ്രകൃതിദത്തമായ കാരണങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ തെറ്റായ സർക്കാരിൻ്റെ നിയമങ്ങൾ കാരണം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ മനുഷ്യൻ പരക്കം പായുന്ന മക്കൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. സഹോദരങ്ങളെ ഭിന്നതയിരിക്കുന്നവർ, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമായിരുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് മനുഷ്യർ തമ്മിൽ ഭിന്നതയുള്ളത് കൊണ്ടും മനുഷ്യർ തമ്മിൽ വാശിയും വൈരാഗ്യവും ഉള്ളത് കൊണ്ടും ഗർവുള്ളത് കൊണ്ടുമാണ്. തിന്മയുടെ ശക്തി, പിശാചിൻ്റെ ആധിപത്യത്തെ യേശുക്രിസ്തു നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ കുരിശിൻ്റെ അടയാളം ഞാൻ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിൻ്റെ ഭവനത്തേക്ക് വെളിച്ചം കടന്നു വരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit, touch with the fire finger, suck with the precious blood, Lord, and peace your spirit. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കും. ആമേൻ.